ഗോപിക വല്ലഭൻ. ഈ കഥയുടെ ഉറവിടം ഗുരുവായൂർ ദേവസ്വം മാനേജറായിരുന്ന കോന്തിമേനോൻ്റെ ഡയറിക്കുറിപ്പുകളാണ്. അന്നന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിനകത്തുണ്ടാകുന്ന പ്രത്യേകതകളെയും സവിശേഷതകളെയും ചുറ്റിപ്പറ്റിയുള്ള അനുസ്മരണം എന്ന നിലയിൽ എഴുതി വച്ചിട്ടുള്ള ഈ കുറിപ്പുകളിലൂടെ കടന്നുപോയപ്പോൾ കിട്ടിയ കഥയാണിത്. ധാരാളം സമ്പത്തുള്ള ഒരു കുടുംബത്തിൽ പിറന്ന ആൾ, ഉന്നത കുലജാതൻ, വിദ്യാസമ്പന്നൻ, കൽക്കട്ടയിൽ ഒരു വലിയ ഫേമിൻ്റെ മാനേജിംഗ് ഡയറക്ടർ. അക്കാലത്ത് തന്നെ 3000-ഓ 5000-ഓ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥൻ. ബ്രിട്ടീഷുകാരുടെ കമ്പനി. ആ കമ്പനിയിലെ ഒരു ടൈപ്പിസ്റ്റുമായി നമ്മുടെ ഉദ്യോഗസ്ഥൻ പ്രണയത്തിലായി. എന്നാൽ പെണ്ണ് ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിൽപ്പെട്ടവളാണ്. ക്രിസ്തീയ യുവതി. നമ്മുടെ കഥാനായകൻ തൻ്റെ അമ്മയ്ക്ക് എഴുതി, ഞാനൊരു യുവതിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും അവൾ ഒരു ക്രിസ്ത്യാനി ആണെന്നും കാഴ്ചയിൽ സുന്ദരിയാണെന്നുമൊക്കെ എഴുതി അറിയിച്ചു. താൻ അവളെ രജിസ്ട്രാർ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് അമ്മ അനുമതി നൽകണമെന്നും ഞങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. അമ്മയ്ക്ക് ഏകമകനാണ്. പുരാതനമായ തൻ്റെ തറവാട്ടിൽ നാളിതുവരെയും ജാതി വിട്ട് വിവാഹം കഴിച്ചിട്ടില്ല. താൻ ആറ്റുനോറ്റും ഉണ്ടായ ഏകമകൻ വലിയ ഉദ്യോഗസ്ഥനായതോടെ തലതിരിഞ്ഞു പോയതിൽ ആ അമ്മയ്ക്ക് മനോവിഷമമുണ്ടായി. താൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനി പെണ്ണിനെയും കൊണ്ട് എന്തെങ്കിലും ഈ തറവാട്ടിലേക്ക് താൻ കടന്നു വരുന്നത് ആ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നില്ല. യാഥാസ്ഥിതികത്വം കുടികൂട്ടുവാണിരുന്ന ആ കാലയളവിൽ അമ്മയ്ക്കുണ്ടായിരുന്ന പ്രതിഷേധത്തിൻ്റെ ആഴം മനസ്സിലാക്കാനുള്ള ബുദ്ധി മകനുണ്ടായിരുന്നു. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് താൻ ഉയർന്ന നിലയിൽ എത്തിയിട്ടുള്ളതെന്ന വിശ്വാസം ആ മകന് രൂഢമൂലമായിരുന്നു. അമ്മയെ കൺകണ്ട ദൈവമായി ആരാധിച്ചിരുന്ന മകന് അമ്മയുടെ നീരസം നിറഞ്ഞ കത്ത് വായിച്ചപ്പോൾ എന്തെന്നില്ലാത്ത സങ്കടവും നൈരാശ്യവും അനുഭവപ്പെട്ടു. രജിസ്റ്റർ മാരേജ് എന്ന ആശയം അതോടെ നിർത്തിവെക്കുകയും ചെയ്തു. അമ്മയെ ഒരു തീർപ്പെടുത്തൽ അതിൽ നിന്ന് മാറി ചിന്തിക്കുന്ന പ്രകൃതക്കാരിയല്ല. അമ്മാവൻ്റെ മകൾ രുക്മിണിയെ വിവാഹം ചെയ്തുകൂടെ എന്ന് അമ്മ മകനോട് എഴുതി ചോദിച്ചു. തനിക്കിനി ജീവിതത്തിൽ ഒരു കാലത്തും വിവാഹമില്ലെന്നും താൻ അവിവാഹിതനായി ജീവിതകാലം മുഴുവൻ കഴിച്ചുകൂടാനാണ് ആഗ്രഹിക്കുന്നതെന്നും അമ്മ മെയിലിൽ തൻ്റെ വിവാഹ കാര്യത്തിൽ തലയിടേണ്ട എന്നും വൈരാഗ്യബുദ്ധിയോടെ തന്നെ മറുപടി എഴുതി. കൊല്ലത്തിൽ ഒരു തവണ ലീവിൽ വന്ന് അമ്മയോടൊപ്പം ഒരുമിച്ച് ഗുരുവായൂരിലെ വൈശാഖം തൊഴാറുള്ള മകനാണ്. ദേവസ്വം സത്രം ഇന്നുള്ള രൂപത്തിൽ അന്നുണ്ടായിരുന്നില്ല. അന്ന് ആകപ്പാടെ ഗുരുവായൂരുണ്ടായിരുന്ന ബംഗ്ലാവ് കഥാനായകൻ്റെ തറവാടാണ്. ആ തറവാട്ടിൽ വേറെയും അംഗങ്ങളുണ്ടെങ്കിലും ആ ബംഗ്ലാവിൻ്റെയും അതിനോടനുബന്ധിച്ച തെങ്ങിൻ പറമ്പിൻ്റെയും ഉടമ നമ്മുടെ കഥാനായകനായിരുന്നു. അമ്മയുടെ കാലശേഷം മകനിൽ ചെന്നു ചേരേണ്ട സ്വത്ത്. മകൻ ഗുരുവായൂരിലേക്ക് ആ കൊല്ലത്തെ വൈശാഖകാലത്ത് ലീവെടുത്ത് താമസിക്കാൻ വന്നില്ല എന്ന് മാത്രമല്ല, അമ്മയ്ക്ക് കത്തെഴുതുക എന്ന പതിവ് നിർത്തിവെക്കുകയും ചെയ്തു. മകൻ്റെ വരവ് പ്രതീക്ഷിച്ച അമ്മ കാത്തു മടുത്തു. വൈശാഖ മാസം കടന്നുപോയി. വർഷക്കാലം ആരംഭിച്ചു. അമ്മയുടെ കണ്ണും അതോടെ പെയ്ത് ആരംഭിക്കാൻ തുടങ്ങി. തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ വിവരങ്ങൾ യാതൊന്നും അറിയാത്തതിനാൽ പുത്രവാത്സല്യായ അമ്മയ്ക്ക് ഉറക്കം വരാതെയായി. അവർ ഭഗവാനോട് തന്നെ പ്രാർത്ഥിച്ചു, തൻ്റെ മകൻ്റെ മനസ്സ് ആ നസ്രാണി പെണ്ണിൽ നിന്ന് മാറ്റിയെടുത്ത് തന്നിലേക്ക് തന്നെ തിരിച്ചു നൽകണമേ എന്ന്. മകനും കൽക്കട്ടയിൽ ഇരുന്നു കൊണ്ട് തന്നെ തൻ്റെ പൂജാമുറിയിലെ ഗുരുവായൂരപ്പൻ്റെ മാർബിൾ രൂപത്തെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. തൻ്റെ അമ്മയുടെ കർക്കശമായ മനോഭാവത്തിന് എന്തെങ്കിലും അയവ് വരുത്താൻ ഇടവരണേ എന്ന്. പരിഷ്കൃത സമുദായത്തിലെ ഉന്നത ശ്രേണിയിൽ വിരാജിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് താൻ അത്രയൊന്നും യാഥാസ്ഥിതികനല്ലെന്ന് വരുത്തുവാനുള്ള വെമ്പലുമുണ്ടായിരുന്നു. താൻ ജാതിമതങ്ങളിലൊന്നും വിശ്വസിക്കുന്നില്ലെങ്കിലും വല്ല വിശ്വാസമുണ്ടെങ്കിൽ അത് ഒന്നാമതായി തൻ്റെ അമ്മയോടും രണ്ടാമതായി ദൈവത്തോടും മാത്രമാണ് ഉള്ള എന്ന മട്ടിലാണ് ജീവിച്ചു പോകുന്നത്. മത്സ്യമാംസാദികൾ ഉപയോഗിക്കുകയും പ്രത്യേക സന്ദർഭങ്ങളിൽ അപൂർവമായി മദ്യപിക്കുകയും ചെയ്യുന്ന ശീലം ഈ കമ്പനി ഡയറക്ടർക്കുണ്ടായിരുന്നു. എങ്കിലും തൻ്റെ ഫ്ലാറ്റിൽ പ്രത്യേകമായ ഒരു പൂജാമുറിയുണ്ട്. ആ പൂജാമുറിയിലെ കറുത്ത മാർബിളിൽ കൊത്തിയ ഉണ്ണികൃഷ്ണൻ്റെ വിഗ്രഹവും ഉണ്ടായിരുന്നു. പുലർച്ചെ 4 മണിക്ക് കുളിച്ച് ഭസ്മവും പൂശി ആ മുറിയിൽ അദ്ദേഹം അരമണിക്കൂർ ധാന്യനിരതനായിരിക്കും. പ്രാണപ്രേയസിയായ മാർഗറ്റിനെ തന്നെ കല്യാണം കഴിക്കാൻ അമ്മയുടെ അനുമതി വാങ്ങിത്തരണേ ഭഗവാനെ, നമ്മുടെ കമ്പനി ഡയറക്ടർ മനംനൊന്ത് പ്രാർത്ഥിച്ചു പോന്നു. ഭഗവാൻ പറയുന്നത് പോലെ തോന്നി, മണ്ട, താൻ കമ്പനി ഡയറക്ടർ ആയതുകൊണ്ട് മാത്രം കാര്യമില്ല. താൻ ഒരു കമ്പനി ഭരിക്കുന്നത് പോലെയല്ല വൈവാഹിക ജീവിതം എന്ന് പറയുന്നത്.
അത് വരമില്ല ഒരു വിശുദ്ധമായ കരാറാണ്. തൻ്റെ മാർഗറ്റിനോട് പറയൂ, ഹൈന്ദവ മതാശയങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ. അവളിപ്പോഴും മത്സ്യവും മാംസവും കഴിക്കുന്നവളാണ്. ചിലപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ അവളും മദ്യപിക്കുന്നു. വിവാഹത്തിന് മുമ്പ് ഭാവി ഭർത്താവാകാൻ പോകുന്ന ആളായാലും അയാളുമായി ശാരീരിക ബന്ധങ്ങളിൽ പുലർത്തരുത്. സദാചാരപരമായ ജീവിതത്തിൻ്റെ കെട്ടുറപ്പിന് ഇമാതി ബന്ധങ്ങൾ നല്ലതല്ല. നിങ്ങൾ അവളോട് പറയൂ, ഒരു മാതൃകാ കേരളീയ വനിതയായി രൂപപ്പെടാൻ. അമ്മ സമ്മതിക്കാതിരിക്കില്ല. അമ്മയുടെ മനസ്സിനെ കളങ്കമറ്റ പരിചരണം കൊണ്ട് ഇരുകൂട്ടരും വശീകരിക്കുക. അല്ലാതെ ഇപ്പോൾ ചെയ്യുന്ന തരത്തിൽ അമ്മയോട് ഒട്ടും വൈരാഗ്യമരുത്. പൂജാമുറിയിൽ നിന്ന് മിസ്റ്റർ മേനോൻ തികഞ്ഞ ആത്മസംതൃപ്തിയോടെ പ്രസന്നവദനായിട്ടാണ് പുറത്തേക്ക് വന്നത്. താൻ എന്തോ ഒരു വലിയ സംഗതി നേടിയെന്ന പ്രത്യാശ അദ്ദേഹത്തിൻ്റെ മുഖത്ത് മിന്നിത്തിളങ്ങി. വളരെ നാളുകളായി അയാൾ മാർഗറ്റിനെ കാണാറേയില്ല. അവൾ തൻ്റെ കമ്പനിയിലെ ടൈപ്പിസ്റ്റ് ഉദ്യോഗം രാജിവെച്ചു. കൽക്കട്ടയിലെ ഫോർട്ട് മില്ലിനടുത്താണ് താമസം. മാതാപിതാക്കളുടെ കൂടെ കമ്പനി മാനേജിംഗ് ഡയറക്ടറുമായി മക്കൾക്കുണ്ടായ അനുരാഗത്തെക്കുറിച്ച് മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നു. മകളെ ഭാഗ്യം അനുകൂലിച്ചെന്ന് മാത്രമല്ല, പ്രതികൂലിക്കുകയാണുണ്ടായത്. ജോലി രാജിവെച്ച് വീട്ടിലിരുന്നുകൊണ്ട് തൻ്റെ കാമുകനോടൊത്ത് കഴിഞ്ഞ മധുര സ്മരണകളെ അയവിറക്കി കൊണ്ട് കഴിയുകയാണ് മകൾ. മകളുടെ കണ്ണീരണിഞ്ഞ കണ്ണുകൾ കാണുമ്പോൾ ആ മാതാപിതാക്കളുടെ ഹൃദയം തപിക്കാറുണ്ട്. അമ്മയുടെ ഇംഗിതത്തിന് വഴങ്ങി ജീവിക്കുന്ന ആ മനുഷ്യനുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും അവസാനിപ്പിക്കണമെന്നാണ് ആദ്യം തോന്നിയത്. അതിൻ്റെ ആദ്യ ഭാഗം എന്ന നിലയിൽ ജോലി രാജിവെക്കുകയും ചെയ്തു. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ഒരു നാൾ മിസ്റ്റർ മേനോൻ മാർഗറ്റിൻ്റെ വീട്ടിലേക്ക് കാറോടിച്ചു വന്നു. യാദൃച്ഛികമായുള്ള മേനോൻ്റെ വരവിൽ ആദ്യം അവളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും തെല്ല് അമ്പരന്നു. പലതവണ വരാൻ എഴുതിയിട്ടും കൂട്ടാക്കാത്ത മനുഷ്യനാണ് വളരെ കാലം കൂടിയതിന് ശേഷം വന്നിരിക്കുന്നത്. തന്നെ അന്വേഷിച്ചെത്തിയ കാമുകനെ വളരെ നാളുകൾക്ക് ശേഷം വീണ്ടും കണ്ടപ്പോൾ മാർഗറ്റ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു കരഞ്ഞു. മേനോൻ അവിടെ സമാധാനിപ്പിച്ചു. ഓമനെ, നിന്നെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മഹായജ്ഞത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇതുവരെ. ഇപ്പോഴാണ് ഞാനൊരു പോംവഴി കണ്ടെത്തിയത്. നിന്നെ ഇത്രയും കാലം വേദനിപ്പിക്കേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. എൻ്റെ അമ്മ പഴയ മാമൂലുകളിൽ ജീവിച്ചു വളർന്ന ഒരു സ്ത്രീയാണ്. അവരുടെ ഏക സ്വത്ത് ഞാനാണെന്ന് അവർ അവകാശപ്പെടുന്നത്. ഇപ്പോൾ അമ്മ നിന്നെയും കൂട്ടി നാട്ടിലോളം ഒന്ന് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ്. നീ എൻ്റെ കൂടെ വരുമോ? അതാണ് എന്നെ അലട്ടുന്ന ഏറ്റവും മുഖ്യമായ പ്രശ്നം. കാമുകൻ്റെ അഭ്യർത്ഥന കേട്ടപ്പോൾ മാർഗറ്റിൻ്റെ ഉള്ളം തെളിഞ്ഞു. എവിടേക്ക് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും വരാൻ തയ്യാറാണ് താനെന്നും താനിപ്പോൾ വളരെ കാലമായി മത്സ്യമാംസാദികളും കോഴിമുട്ട പോലും ഉപയോഗിക്കാറില്ല എന്നും പൂർണ്ണമായും ഒരു സസ്യബുക്കായി മാറിയിട്ടുണ്ട് എന്നും ഹൈന്ദവ മതാനുഷ്ഠാനങ്ങളാണ് താനിപ്പോൾ നിത്യജീവിതത്തിൽ പ്രായോഗികമാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും ഇതിനിടയിൽ അറിയിച്ചു. മാർഗറ്റിൻ്റെ മാതാപിതാക്കൾക്കും അതിന് സമ്മതമായിരുന്നു. മേനോൻ്റെ കൂടെ എവിടെ വേണമെങ്കിലും തൻ്റെ മകളെ വിടാൻ അവർക്ക് വിശ്വാസമായിരുന്നു. അവിഹിതമായി ഒരിക്കൽ പോലും തൻ്റെ മകളോട് പെരുമാറിയിട്ടില്ലാത്ത ഒരു മേലുദ്യോഗസ്ഥൻ എന്ന നിലയിൽ ആ കുടുംബത്തിന് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ മറക്കാൻ കഴിയുമായിരുന്നില്ല. മാർഗറ്റും മേനോനും കൂടി ഒരു വൈശാഖകാലത്ത് കേരളത്തിൽ ഗുരുവായൂർ പരിസരത്തുള്ള തൻ്റെ തറവാട്ട് വീട്ടിൽ എത്തിച്ചേർന്നു. അമ്മയ്ക്ക് ആ മകളെ കണ്ടപ്പോൾ ഏറെ സന്തോഷം തോന്നി. വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് ഇതിലേറ്റത്. മകൻ്റെ പ്രസ്തുത വധുവിൻ്റെ മുഖത്തേക്ക് മൊഴികൾ പറിക്കാതെ അവൾ വളരെ നേരം നോക്കിക്കൊണ്ട് നിന്നു. എന്തൊരു നല്ല മോൾ എന്നാണ് അവളെ നോക്കി ആ അമ്മ പറഞ്ഞത്. അത്രമാത്രം മുഖശ്രീയും ലാവണ്യവും നല്ല തുടുത്ത നിറവും ചുരുണ്ട മുടിയും കറുകറുത്ത കണ്ണുകളും ഉണ്ടായിരുന്നു ആ കുട്ടിക്ക്. അവൾ നസ്രാണി പെണ്ണാണെങ്കിൽ തൻ്റെ മകൻ നസ്രാണിയാകുന്നതെ പരിഭ്രമിച്ചിട്ട് കാര്യമില്ല. മോളെ, നിന്റെ പേരെന്താണ്? അമ്മ ചോദിച്ചു. ഉടൻ തന്നെ അവൾ മറുപടി പറഞ്ഞു, രാധ. കൊച്ചു രാധയോ അനുരാധയോ? ഞാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാമുകിയായിരുന്ന രാധയാണ്. എൻ്റെ ഗോപികാവല്ലഭനാണ് അമ്മയുടെ പുത്രൻ, മിസ്റ്റർ കൃഷ്ണമേനോൻ. അവളുടെ മറുപടിയും മുഖത്തെ സൗമ്യഭാവവും കണ്ടതോടെ അവളെ കെട്ടിപ്പിടിച്ചുമ്മ വയ്ക്കാനാണ് ആ മാതാവിന് തോന്നിയത്. വൈശാഖ മാസം മുഴുവനും മകനും പുതുതായി കല്യാണം കഴിച്ചു കൊണ്ടുവന്ന വധുവും കൂടി ക്ഷേത്രത്തിൽ ഭജനമിരിക്കണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അമ്മ മകനെ അക്കാര്യം അറിയിച്ചു. അപ്പോൾ മകൻ പറഞ്ഞു, അമ്മേ, ഇവളെ ഞാൻ ഇനിയും മതം മാറ്റിയിട്ടില്ല.
ഇവൾ ഇപ്പോഴും പഴയ മാർഗറ്റ് തന്നെയാണ്. രാധ എന്ന് അവളെ ഞാൻ ഓമനപ്പേർ നൽകി വിളിക്കുന്നു എന്ന് മാത്രം. ഗുരുവായൂരമ്പലത്തിൽ അന്യമതസ്ഥർക്ക് പ്രവേശനമില്ലല്ലോ. അപ്പോൾ എങ്ങനെ നമ്മൾ അവിടെ പോയി തൊഴും? അമ്മ അതിന് പോംവഴി പറഞ്ഞു കൊടുത്തു. ദേവസ്വം മാനേജർ കോന്തി മേനോൻ അവറുകളെ പോയി കണ്ടാൽ മതി. അദ്ദേഹം എന്തെങ്കിലും പരിഹാരം നിർദ്ദേശിച്ചു നൽകും. സത്യസന്ധനും വിശിഷ്ടനുമാണ് അദ്ദേഹം. നീ ഇവിടത്തുകാരനായ സ്ഥിതിക്ക് അദ്ദേഹത്തെ നേരിൽ പോയി കണ്ട് പരിചയപ്പെടേണ്ട ആളാണ്. അതൊരിക്കലും ഒരു നഷ്ടമാവില്ല. അമ്മ മകനെ ഉപദേശിച്ചു. അമ്മ പറഞ്ഞതുപോലെ കോന്തിമേനോൻ എന്നെ പോയി നേരെ കണ്ടു വിവരങ്ങൾ ധരിപ്പിച്ചു. അന്യമതസ്ഥർക്ക് ഗുരുവായൂർ ദേവക്ഷേത്രത്തിൽ പ്രവേശനമില്ലല്ലോ. കല്യാണം നടത്താൻ മിസ്റ്റർ മേനോൻ ഒരുക്കമായിരുന്നു. മാർഗറ്റ് രാധ എന്ന ഹൈന്ദവ നാമം സ്വീകരിച്ചിട്ടുണ്ടെന്നും അവൾ ഹിന്ദുമത അവലംബിയാണെന്നും ഇപ്പോൾ ജീവിക്കുന്നു എന്ന് കാണിച്ച് അധികാരിയുടെ ഒരു സർട്ടിഫിക്കറ്റോ അത് ലഭിക്കാത്ത പക്ഷം ആര്യ സമാജക്കാരുടെയോ സനാതന ഹിന്ദു സഭയുടെയോ ഒരു സർട്ടിഫിക്കറ്റോ ഹാജരാക്കിയാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചുള്ള വിവാഹത്തിന് അനുമതി നൽകാമെന്ന് കോന്തി മേനോൻ വാക്കുകൊടുത്തു. അന്നേ വരെ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് വെച്ച് മറ്റു മതത്തിൽ നിന്നും മതപരിവർത്തനം ചെയ്ത് ഹിന്ദുവായിട്ടുള്ള ആർക്കും തന്നെ വിവാഹം നടത്തുന്നതിനുള്ള അനുമതി നൽകിയിരുന്നില്ല. കോന്തിമേനോൻ ബന്ധപ്പെട്ടവർക്ക് എഴുതി അനുമതിയും വാങ്ങി. സാമൂതിരിപ്പാടിൻ്റെയും മല്ലിശ്ശേരി തിരുമുപ്പാടിൻ്റെയും പ്രത്യേക അനുമതിയോടെ മേനോൻ്റെ വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ വച്ച് നടത്തപ്പെട്ടു. തനി കേരളീയ വേഷത്തിൽ രാധ എന്ന പുണ്യപവിത്രനാമം സ്വീകരിച്ച് വിവാഹത്തിനെത്തിച്ചേർന്ന ആ നവവധുവിനെ ആദ്യമായി കോന്തിമേനോൻ ആശീർവദിച്ചു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്നുകൊണ്ട് മാത്രം തൻ്റെ മകന് അനുരൂപനായ ഒരു വധുവിനെ കിട്ടിയ ആഹ്ലാദം ആ അമ്മയുടെ മുഖത്ത് ദൃശ്യമായി. ആ അമ്മയും മകനും മാത്രമല്ല, ആംഗ്ലോ ഇന്ത്യക്കാരിയായ മാർഗറ്റ് എന്ന തരുണി സുന്ദരിയും ഗുരുവായൂരപ്പനോട് ഒരുപോലെ കടപ്പെട്ടവരാണ്. അതിൽ പങ്കാളിയാകാൻ ഭാഗ്യം ശ്രദ്ധിച്ച താനും വളരെ കടപ്പെട്ടിരിക്കുന്നു. കോന്തിമേനോൻ തൻ്റെ ഡയറിക്കുറിപ്പ് ഇങ്ങനെ പറഞ്ഞ് ഉപസംഹരിച്ചിരിക്കുന്നു.